ഇനി എ.ടി.എമ്മിൽ പോയി കാശെടുക്കുന്നത് പോലെ എ.ടി.എമ്മിൽ നിന്ന് അരിയെടുക്കാം. പക്ഷെ നമുക്കല്ല, ഒഡീഷയിലെ ജനങ്ങൾക്ക്. രാജ്യത്തെ ആദ്യ റൈസ് എ.ടി.എം ഒഡീഷയിലെ ഭുവനേശ്വറിൽ. ഒഡീഷ ഭക്ഷ്യവിതരണ ഉപഭോക്തൃക്ഷേമ മന്ത്രി കൃഷ്ണചന്ദ്ര പത്ര കഴിഞ്ഞ ദിവസം റൈസ് എ.ടി.എം ഉദ്ഘാടനം ചെയ്തു. ഭുവനേശ്വറിലെ മഞ്ചേശ്വറിലുള്ള ഒരു ഗോഡൌണിലാണ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കുന്നതിനായാണ് റൈസ് എ.ടി.എമ്മുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരമ്പരാഗത പൊതുവിതരണ കേന്ദ്രങ്ങളിൽ ഗുണഭോക്താക്കൾ ഭക്ഷ്യസാധനങ്ങൾക്കായി നീണ്ട ക്യൂവിൽ കാത്തുനിൽക്കുന്നത് ഒഴിവാക്കുകയാണ് പുതിയ സംവിധാനം വഴി ലക്ഷ്യമിടുന്നത്. റേഷൻ കാർഡ് ഉടമകൾ അവരുടെ റേഷൻ കാർഡ് നമ്പർ എ.ടി.എമ്മിന്റെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയിൽ നൽകുമ്പോൾ അരി ലഭിക്കും. ഇത്തരത്തിൽ ഒരാൾക്ക് 25 കിലോ അരി വരെ റൈസ് എ.ടി.എം വഴി ലഭ്യമാകും. ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനങ്ങളും ഇതിൽ ക്രമീകരിക്കാനാകും. റേഷൻ കടകളിൽ നിന്നുള്ള സബ്സിഡി അരിയുടെ മോഷണവും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം പുതിയ എ.ടി.എം സംവിധാനത്തിലൂടെ ഗണ്യമായി കുറയ്ക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് കൃത്യമായ തൂക്കത്തിൽ അരി ലഭിക്കുന്നുണ്ടോ എന്നും ഉറപ്പാക്കാം. ഇത് വിജയകരമായാൽ ഒഡീഷയിലെ 30 ജില്ലകളിലേക്ക് കൂടി റൈസ് എ.ടി.എം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. തലസ്ഥാന നഗരിയിലെ മഞ്ചേശ്വരം പ്രദേശത്താണ് യന്ത്രം തുറന്നത്. ഭുവനേശ്വറിൽ റൈസ് എ.ടി.എം തുറക്കുമെന്നും ഓരോ റേഷൻ കാർഡ് ഉപഭോക്താവിനും അരി ലഭിക്കാൻ ഒരു കാർഡ് നൽകുമെന്നും പത്ര ജൂൺ 20 പറഞ്ഞിരുന്നു. ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനത്ത് എവിടെ നിന്നും അരി വാങ്ങാൻ കഴിയുന്ന തരത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ക്രമേണ ഇത്തരം എ.ടി.എമ്മുകൾ തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. 25 കിലോ അരി കൊണ്ടുപോകാനുള്ള സൗകര്യമാണ് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഗുണഭോക്താക്കൾക്ക് അരി എ.ടി.എമ്മിൽ നിന്ന് ലഭിക്കുമെന്ന് പത്ര പറഞ്ഞു. ഇത് സംസ്ഥാനത്തെ അരിയുടെ തട്ടിപ്പ് കുറയ്ക്കുമെന്നും ഉപഭോക്താക്കൾക്ക് ഡീലർമാരെ അധികമായി ആശ്രയിക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം ഗോസ്റ്റ് റേഷൻ കാർഡുകൾ പ്രചാരത്തിലുണ്ടെന്നും ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കും PDS ഡീലർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്നും പത്ര കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള 25 ലക്ഷത്തോളം കാർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ബാക്കിയുള്ളവ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. തെറ്റായ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കിയ ശേഷം മുൻ BJD ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പരിഗണനകൾ കാരണം പദ്ധതിയിൽ നിന്ന് നഷ്ടപ്പെട്ട അർഹരായ ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷാ ആനുകൂല്യം വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഓരോ PDS ഡീലറുടെയും പക്കൽ കുറഞ്ഞത് 100 മുതൽ 200 വരെ പ്രേത റേഷൻ കാർഡുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മന്ത്രി എല്ലാ PDS ഡീലർമാരെയും മുൻ സർക്കാർ നിയമിച്ചതിനാൽ കഴിഞ്ഞ 24 വർഷമായി ഇത് തുടരുകയാണ് എന്ന് പറഞ്ഞു. ഒഡീഷ PDS ഡീലേഴ്സ് അസോസിയേഷൻ മന്ത്രിയുടെ അവകാശവാദങ്ങളെ നിരാകരിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെടുന്നില്ല. പൊതുവിതരണ ഡീലർമാരുടെ നിയമനം ഏറ്റവും സുതാര്യമായ രീതിയിലും സർക്കാർ ചട്ടങ്ങൾക്കനുസരിച്ചുമാണ് നടക്കുന്നത്. ബയോമെട്രിക് ഐറിസ് സ്കാനിംഗ് എന്നിവയിലൂടെ റേഷൻ വിതരണം നടത്തുമ്പോൾ മന്ത്രി ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്നാണ് അവരുടെ ആരോപണം. മുൻ സർക്കാരിന്റെ കാലത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിച്ചിരുന്നുവെന്ന് മുൻ മന്ത്രി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുമായ BJDയുടെ നിയമസഭയിലെ മുതിർന്ന നേതാവുമായ പ്രതാപ് ദേബ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഗോസ്റ്റ് റേഷൻ കാർഡ് ഉടമകൾ ഉണ്ടാകുന്നത്? കാർഡ് ഉടമകൾക്ക് ഐഡന്റിറ്റി ഉണ്ട് എന്നും അവർ ഗോസ്റ്റ് ആകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ KY സംവിധാനത്തിലൂടെ റേഷൻ കാർഡുകൾ പരിശോധിച്ചു വരികയാണ്. 25 ലക്ഷം ഗോസ്റ്റ് കാർഡ് ഉടമകൾ ഉണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.